കൂട്ടുകാരെ, ടേസ്റ്റിയായ ക്യാരറ്റ് ക്യാബേജ് തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. കൂട്ടുകാരെ, നമുക്ക് ഒരു ക്യാരറ്റ് തോരൻ എങ്ങനെ ഉണ്ടാക്കാം. അതിന് ഞാൻ കുറച്ച് ക്യാബേജ് അരിഞ്ഞിട്ടുണ്ട്, ക്യാരറ്റ് അരിഞ്ഞതുണ്ട്, പിന്നെ ഒരു സവാള അരിഞ്ഞുണ്ട്, കുറച്ച് തേങ്ങ, പിന്നെ ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി, 3 പച്ചമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് തിരുമ്മിയെടുക്കാം. ഇത് കൈകൊണ്ട് നല്ലതായിട്ട് ഞെരടിയെടുക്കണം. അപ്പോൾ അന്നേരമാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഈ തോരന്. അതുകൊണ്ട് കൈകൊണ്ട് നല്ലതായിട്ട് ഞെരടിയെടുക്കുക. ഇതിനകത്ത് വെള്ളം നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഞെരടുമ്പോൾ തന്നെ അതിനകത്തുനിന്നുള്ള വെള്ളം ഇനി വന്നോളും. ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പം കടുക് പൊട്ടിക്കഴിയുമ്പോൾ വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന ക്യാബേജാണ്. തേങ്ങയും പച്ചമുളകും സവാളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടെ നമ്മൾ ഒന്നിച്ച് തിരുമ്മി ഈ ക്യാബേജ് വെച്ചിരുന്നു. നമുക്കിനി കടുക് വറുത്തിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് ഇനി ഇതൊന്ന് പൊത്തി ഇവിടെ വെച്ച് ഒന്ന് അടച്ച് വെക്കണം. ഇനി ഒരു 10 മിനിറ്റ് അത് ആവി കയറിയിട്ട് നമുക്കത് ഇളക്കിയെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കതൊന്ന് തുറന്ന് നോക്കാം, ഇളക്കിയെടുക്കാം. ഇനി ഇത് അടച്ച് വെക്കണം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്കിതിന് ഇതിൻ്റെ ആ വെള്ളം ഒന്ന് വലിയിടം വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. ഒരുപാട് വേവുന്ന ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ കഴിക്കാം. അല്ലാത്തവർക്ക് ഡ്രൈ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമെങ്കിൽ പിന്നെ വെള്ളം ഒന്ന് വയ്ക്കുന്നവരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തെടുക്കുക. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ടേസ്റ്റിയായ ക്യാരറ്റ് ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത്. വളരെ ഈസിയാണ്, എന്നാൽ വളരെ ടേസ്റ്റിയായ തോരനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.